ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ രമ്യാസ് ടിപ്സ് ആൻഡ് റെസിപ്പി. ഇന്നത്തെ എൻ്റെ റെസിപ്പി പരിപ്പ് രസമാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. 2 പച്ചമുളക്, 1 തക്കാളി, 7 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മല്ലി, ഒരു ചെറിയ കഷ്ണം കായം, മല്ലിയില, കറിവേപ്പില, വാളംപുളി പിഴിഞ്ഞത്. ഇവിടെ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, കടുക്, വെള്ളം. ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം, ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ കായത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കാം. രസത്തിലേക്കുള്ള അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ ജാറിൽ തന്നെ തക്കാളി ഒന്ന് അരച്ചെടുക്കാം. തക്കാളി ഇവിടെ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. രസത്തിൻ്റെ അരപ്പും തക്കാളിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. രസത്തിൻ്റെ അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വരണം. രസം ദഹനത്തിന് വളരെയധികം നല്ലതാണ്. ജലദോഷത്തിനും കഫ്കെട്ടിനും ഒക്കെ വളരെയധികം നല്ലതാണ് രസം. ഇവിടെ നമ്മുടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചുടച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പരിപ്പ് രസം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യാം. രസത്തിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. എല്ലാവർക്കും എൻ്റെ ഈ പരിപ്പ് രസം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.